സൺഡേ ട്രാക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ പെരുമ്പിള്ളിയിൽ പാടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ശിവരഞ്ജനം വീട്ടിൽ VS ശിവരാജൻ സാറിന്റെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹം പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അതിലുപരി ഇത്തവണത്തെ അത്തം കലാമത്സരത്തിൽ പ്രച്ഛന്നവേഷം ഇനത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. തുടർച്ചയായി 5 വർഷമാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളോട് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്. അപ്പോൾ നേരിട്ട് കാഴ്ചകളിലേക്ക് പോവാം. ഇവിടെ ധാരാളം പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ ഷെൽഫ് നിറയെ പല പല പുരസ്കാരങ്ങളാണ് നമുക്ക് കാണാം. അതിലുപരി കൊച്ചിൻ കാർണിവലിൽ കിട്ടിയ മേയേഴ്സ് ട്രോഫി ഇവിടെ കാണാം. കഴിഞ്ഞ വർഷം ഈ വർഷം ഫസ്റ്റ് പ്രൈസ് ലഭിച്ച ഫാൻസി പ്രസിന് ഫസ്റ്റ് പ്രൈസ് ലഭിച്ച ട്രോഫിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ധാരാളം അത്തം കലാമത്സരങ്ങളുടെ ട്രോഫി, വിവിധ ഇനങ്ങളുടെ ട്രോഫി എല്ലാം നമുക്കിവിടെ ഷെൽഫിൽ കാണാം. അപ്പോ കമനീയമായ കാഴ്ചകളാണ്. നമുക്ക് നേരിട്ട് സാറിലേക്ക് പോവാം. നമസ്കാരം സാർ. നമസ്കാരം. പറയൂ, എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടു? ഇത് ശരിക്ക് ഒരു കോളേജ് ജീവിതം മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പഠിച്ച ആ ഒരു സമയത്താണ് പ്രച്ഛന്നവേഷ രംഗത്തോട്ട് ഞാനൊന്ന് ചുവട് വെച്ചതെന്ന് പറയാം. അതിൽ കോളേജിലെ സുഹൃത്തുക്കൾ, ആ സമയത്ത് നമ്മുടെ അധ്യാപകരെല്ലാം അതിനൊരു സഹായം നൽകിയിട്ടുണ്ട്. അപ്പോൾ 93-ൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിലൊരു ചെറിയ പയ്യൻ, ഒരു പ്രീ ഡിഗ്രി പയ്യൻ ഒരു നമ്പൂതിരി വേഷം കോളേജ് കലാപരിപാടി സമയത്ത് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അതിനൊരു പ്രൈസ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാം MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകാനുള്ളൊരു സാഹചര്യം ഉടലെടുത്ത് അങ്ങനെയാണ് ഇതിനകത്തോട്ട് വന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ഒരു ആ സമയത്ത് ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇതിനകത്തോട്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ശരീരത്തിനും ഒക്കെ ഇണങ്ങിയ ഒരു വേഷം നമുക്ക് തന്നു. ഒരു കൊതുക് നാണപ്പൻ എന്ന, അന്ന് ആകെ ഈ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലെല്ലാം കൊതുക് നാണപ്പൻ ഈ കൊതുകിൻ്റെ ഏറ്റവും ശല്യമായ സമയമായിരുന്നല്ലോ. അപ്പോൾ അതെ 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 അത് ഇപ്പം ഈ പറഞ്ഞ പോലെ 91-93 കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. ആ സമയത്ത് സമ്മാനം നേടിയ വേഷമാണിത്. ഈ കൊതുക് നാണപ്പൻ, കൊതുകുകളെ മരുന്ന് തളിച്ച് ഇത് ചെയ്യുന്ന കൊതുക് നാണപ്പന്റെ വേഷം. അല്ല, തീർച്ചയായിട്ടും അതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വേഷമാണിത്. ദീപിക പത്രത്തിൽ അന്ന് ഫോട്ടോ സഹിതം വന്നു. അത് പല പത്രങ്ങളിലും പല 1ാം സമ്മാനം നേടിയ ഫോട്ടോയുണ്ട്. പക്ഷെ 2ാം സമ്മാനം നേടിയ എൻ്റെ ഫോട്ടോ ഇട്ടത് ദീപിക പത്രത്തിലാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ സൂക്ഷിച്ചു. ഇന്നും ഞാനത് കാത്തു സൂക്ഷിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ 2026-ലെ അത്തം കലാമത്സരങ്ങളിലെ 1ാം സമ്മാനം നേടിയ വിജയത്തിലോട്ട് എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും കുറേ വർഷങ്ങളായി ഈ രംഗത്തുണ്ട്. പക്ഷെ എളംകുളത്ത് താമസക്കാരനായ ശിവരാജൻ സാർ എങ്ങനെ മുളന്തുരുത്തിയിലേക്ക് എത്തിപ്പെട്ടു? അത് സ്വാഭാവികമാണല്ലോ. നമ്മളിപ്പോൾ സിറ്റിയിൽ നിന്ന് ഒന്ന് മാറി താമസിക്കണമെന്നുള്ള എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്നുള്ള പോലെ എൻ്റെയും മനസ്സിലുള്ള അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പെരുമ്പിള്ളിയിൽ വന്ന് സ്ഥലം കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഗ്രാമാന്തരീക്ഷമായ സ്ഥലം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്ന് താമസമാക്കി. അന്ന് മുതൽ ഇവിടുത്തെ വായനശാല, മറ്റ് കലാപരമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാം ഇതിനൊരു ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അവിടെ വെച്ചും നമ്മൾ ഈ കലാപ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വായനശാലയുടെ സെക്രട്ടറിയാണ്. അതെ. എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ മെമ്പറാണ്. അതെ, തീർച്ചയായിട്ടും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗമാണ്. എളംകുളത്തെ ജീവിതത്തെ പറ്റി ഒന്ന് പറയാം. എളംകുളത്തെ ജീവിതം, ഞാൻ ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ്. എളംകുളത്തെ ഇന്നത്തെ മെട്രോ അല്ലെങ്കിൽ ഇന്നത്തെ സിറ്റിയിലെ വാഹന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു 80-85 കാലഘട്ടം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. നമ്മൾ എന്താ പറയുക, കമ്മട്ടിപ്പാടം സിനിമ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് വഴി പുല്ലേപ്പടി DUHSലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇളംകുളത്തു നിന്ന് ആ വഴി നടന്ന് DUHS സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം. പിന്നെ അവിടെ ഒരു
അത്യാവശ്യം ഭംഗിയായി ഇന്നത്തെ ഈ മുളന്തുരുത്തിയിലുള്ള കണ്ടവും പാടവും തോടുമെല്ലാം അന്ന് ഇളംകുളത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിലെല്ലാം. പക്ഷേ അവിടെ ഒരു നാടക സംഘവും കാര്യങ്ങളും ഇളംകുളം നാടകവേദി എന്നുള്ള ഒരു നാടക സംഘം ഉണ്ടായിരുന്നു. നല്ലൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. സപ്തസ്വര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ചാച്ച ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ചില സമയങ്ങളിൽ ഭാരവാഹിയായി ചെറുപ്രായത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ടാബ്ലോ രംഗത്തും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രച്ഛന്നവേഷ രംഗത്തെല്ലാം നല്ല കോൺട്രിബ്യൂഷൻ നൽകിയൊരു ക്ലബ്ബായിരുന്നു അത്. നാടകരംഗത്തെല്ലാം അന്ന് കളിച്ചൊരു നാടകം, ഒരു വെളുത്ത പുരാണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ നാടകമെല്ലാം കളിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ പറ്റി ഒന്ന് പറയും. മാതാപിതാക്കള് അച്ഛൻ മരിച്ചു, രത്നസ്വാമി ആചാരി PM. അതെ അതെ അതെ, അതെങ്ങനെ മനസ്സിലായി? പേരിൽ തന്നെ ഒരു ഇതുണ്ടല്ലോ. അത് തമിഴ്നാട് സ്വദേശിയാണ് അപ്പൻ. ഈറോഡ് ജില്ലയിലെ പെരുന്തറ എന്നുള്ള സ്ഥലത്താണ്. ഇന്നും അപ്പൻ്റെ സഹോദരിയെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കുടുംബമായിട്ടുള്ള ഇന്നും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട്. ഈ ഇടക്കും കല്യാണത്തിന് ഞാൻ എൻ്റെ കുടുംബം എല്ലാമായിട്ട് ഫാമിലിയായിട്ട് പോയിരുന്നു. എല്ലാവരുമായിട്ട് പോയിരുന്നു. അപ്പോൾ അച്ഛൻ ബ്രിട്ടാനിയുടെ ബിസ്ക്കറ്റിലായിരുന്നു. അപ്പോൾ എറണാകുളത്ത്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഫാക്ടറി അന്നും കേരളത്തിലില്ല, ഇന്നുമില്ല. തമിഴ്നാട്, നമ്മുടെ കർണാടക എല്ലാം ഫാക്ടറികൾ. ഇവിടെ C&F ആണുള്ളത്. അപ്പോൾ C&F ഒരു ജീവനക്കാരനായിരുന്നു അപ്പൻ. അപ്പോൾ അങ്ങനെ അപ്പൻ കേരളത്തിൽ വന്നു. അങ്ങനെ അമ്മ ഇന്ന് കല്യാണം കഴിച്ചു. അങ്ങനെ എറണാകുളത്ത് സെറ്റിലായതാണ്. എറണാകുളമാണ് എൻ്റെ ജന്മവും എല്ലാം എറണാകുളമാണ്. പിന്നെ എങ്ങനെ ഈ ഒരു കലാവാസനയിലേക്ക് എത്തിപ്പെട്ടു? ഇത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇതൊരു തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ മുതലുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ അവിടെ നിന്നാണ് എനിക്കിതിൻ്റെ ഒരു ത്രെഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്ഭവം അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കോളേജ് ജീവിതത്തിൽ ഉണ്ടായ നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ, കോളേജ് ഫെസ്റ്റിവൽ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളൊരു കൂട്ടായ വർത്തമാനത്തിൻ്റെ ഇടയിൽ വന്ന ഒരിതാണ് അങ്ങനെ പ്രച്ഛന്നവേഷവും കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് ആളുകൾ നമ്മളെ ഒന്ന് മിനുക്കിയെടുത്തു എന്ന് വേണേൽ പറയാം. പക്ഷെ എന്നിരുന്നാലും വീട്ടിലേക്ക് നമ്മൾ ചെന്ന് നമ്മളിങ്ങനെ വേഷം ചെയ്യുമ്പോൾ അപ്പനുമൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ ആ വേഷം എനിക്ക് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ നന്നായിരിക്കും എന്നൊക്കെ പിന്നീട് കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എങ്കിൽ തന്നെയും ദാർ ഉലൂം HS അല്ലേ? അതെ അതെ, DUHS ദാറുൽ ഉലൂം ഹൈസ്കൂൾ പുല്ലേപ്പടി, അവിടെയാണ് ഞാൻ പഠിച്ചത്. അഭേദ്യമായ ഒരു ബന്ധമുണ്ടല്ലോ താങ്കളുടെ കലയുമായി. അതെ അതെ, തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലേപ്പടി നോർത്ത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ദാറുൽ സ്കൂളിലോട്ട് കലാഭവന്റെ മുമ്പിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പൊ ഈ കലാഭവന്റെ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ കലാഭവനിലെ ഗാനമേളയുടെ ജാസടിയും അല്ലെങ്കിൽ അന്നത്തെ മിമിക്സ് പരേഡിന്റെ ആൾക്കാരും ഒക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം അതിന്റെ ജനൽപ്പാളികളിലൂടെ നോക്കിയായിട്ടുള്ള ഒരു കൊച്ചു പയ്യന്റെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എല്ലാം പഠിക്കുമ്പോൾ അങ്ങനെ അവേദ്യമായ ബന്ധമുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കുമെന്ന് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ മെയിൻ നടൻ ഞങ്ങളുടെ വിനായകൻ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയായിരുന്നു, ക്ലാസ്മേറ്റും ആയിരുന്നു. കാരണം കമ്മട്ടിപ്പാടത്തോടു കൂടിയാണ് ഞങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ KSRTC റെയിലിൻ്റെ കൂടി പോയി നടന്ന് പുല്ലപ്പടി സ്കൂളിലെത്തുക. ബസ്സിന് വരുമ്പോഴാണ് ഞാൻ ഈ നോർത്ത് വഴി വരുന്നത്. മറ്റേ അല്ലെങ്കിൽ പഴയ ഇപ്പോഴത്തെ പാലമൊന്നും ഇല്ലല്ലോ. കമ്മട്ടി ആ റെയിൽ വഴി വന്ന് ബസ് സ്റ്റാൻഡ് പാലമൊന്നും അന്നില്ല. ആ വഴി വന്ന് ഗാന്ധിയർ വഴിയാണ് ഞാൻ എൻ്റെ ഇളംകുളത്തെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഇന്നും വിനായകനായിട്ട് ആ കണക്ഷനും കാര്യങ്ങളും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ധാരാളം വേഷങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതായത് 94 മുതൽ ആരംഭിച്ച ഒരു ജൈത്രയാത്രയാണ്. അതില് ഹൃദയസ്പർശിയായ ഒരു വേഷം എന്ന് പറയുന്നത് ഏതാണ്? അത് തീർച്ചയായിട്ടും എനിക്ക് MG യൂണിവേഴ്സിറ്റി സമ്മാനം നേടിത്തന്ന ലാടഗുരുവാണ് എൻ്റെ ഹൃദയസ്പർശിയായ വേഷം. ലാടഗുരു യൂണിവേഴ്സിറ്റിയിൽ 2ാം സ്ഥാനം നേടിത്തന്നെങ്കിലും ഞാൻ ഒട്ടനവധി സ്റ്റേജുകളിൽ ഒട്ടനവധി സ്ഥലത്ത് ഞാൻ കളിച്ച ഒരു വേഷം. ഏകദേശം ഒരു 50ഓളം സ്റ്റേജുകളിൽ ഞാനത് കളിച്ചിട്ടുണ്ട്. ഒരു 45ഓളം വേദികളിൽ എനിക്ക് എൻ്റെ ഫസ്റ്റല്ല സെക്കൻഡല്ല തേർഡ് അത് കിട്ടിയിട്ടുണ്ട്. അതൊരു ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്ന വേഷമാണ്. എൻ്റെ ശരീരത്തിനിണങ്ങുന്ന വേഷമാണെന്ന് എൻ്റെ ഭാര്യയും പറഞ്ഞിട്ടുണ്ട്, മറ്റെൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു വേഷമാണത്. അത് ഞാൻ എൻ്റെ എന്താ പറയുക, എനിക്ക് പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജനങ്ങളുടെ മുമ്പിൽ എനിക്കത് കളിക്കുക എന്നുള്ളത് ഒരു ഹരമായി മാറിയ വേഷമാണ്. എന്നാൽ ആ തീമിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ
എല്ലാ കവലയിലും പച്ചമരുന്ന് വിൽപ്പനക്കാർ കാണാം. ഇന്നും അതുണ്ട്. പഴയ കാലത്തെ പച്ചമരുന്ന് വിൽപ്പനക്കാരല്ല ഇന്നുള്ളത്. ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറിൻ്റെ പുറകിൽ മൈക്ക് കെട്ടിവെച്ച് ആ മൈക്കിലൂടെ കോളർ മൈക്കെല്ലാം വെച്ച് പച്ചമരുന്ന് സാധനങ്ങൾ ഒരു ബോട്ടിലിന് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ സംഭാഷണ ശൈലിയോടെ പറയുന്നത്. പക്ഷെ നേരത്തെ അങ്ങനെയല്ല. ഒരു ഗുണ്ടപ്പ നായിഡു, എനിക്കൊന്നൊരു തമിഴ്നാട് സ്വദേശി, അദ്ദേഹം മരട്, തൃപ്പൂണിത്തുറ, എറണാകുളം എന്നുള്ള ആ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം പച്ചമരുന്നുകളെല്ലാം ഇങ്ങനെ കവലയിൽ നിരത്തി വെച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു സാധനം, അദ്ദേഹത്തിൻ്റെ പച്ചമരുന്നിൻ്റെ സാധനം പറയുക എന്നുള്ളതാണ്. മയിൽപ്പീലിയും കാര്യങ്ങളും എല്ലാമായിട്ട് അദ്ദേഹത്തിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ഒരു 3-4 രുദ്രാക്ഷമാലയും കാര്യങ്ങളും ഉണ്ടാവും. നല്ല ഭസ്മവും നടുക്കൊരു കുങ്കുമവും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകതരത്തെ വേഷം. അത് നമ്മൾ കണ്ടപ്പോഴത്തേക്ക് നമുക്കതൊരു ഇൻസ്പിറേഷനായി കൊള്ളാവുന്നൊരു സംഭവമാണെന്ന് അങ്ങനെ കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. അതിന് മുന്നേയൊക്കെ ചെയ്ത വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാ നമ്മുടെ വേഷങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കൊതുകാണപ്പം ചെയ്തു, അതാത് സമകാലീനം. ഇപ്പോൾ ഒളിമ്പിക്സ് വന്നപ്പോഴത്തേക്ക് ഒളിമ്പിക്സിൻ്റെ ഒരു പങ്കെടുക്കുന്ന ഒരു സംഭവം ചെയ്തു, പിന്നെ വെളിച്ചപ്പാട് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾക്ക് വളരെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള വേഷങ്ങളിലോട്ട് നമ്മൾ എത്തിച്ചെല്ലെങ്കിൽ അതിനൊരു സ്റ്റഡിയും കാര്യങ്ങളും നമ്മളതിനൊരു ആത്മാർത്ഥയും നമ്മളൊരു നല്ല ഒരു ഡീപ്പായിട്ടൊരു ചിന്തയും വേണം. അത് ഉണ്ടായത് എൻ്റെ തുടക്കം ലാടഗുരു എന്നാണ്. അത് ഞാൻ കൃത്യമായിട്ട് ലാടഗുരു, അത് അതിൻ്റെ സംഭാഷണം തന്നെ ഒരു വേറെ ലെവലാണത്. അല്ല, എങ്കിൽ തന്നെ ഇതിന് വളരെയധികം സപ്പോർട്ട് തന്നു വെളുത്ത പുരാണം എന്ന് പറയുന്ന നാടകം അല്ലേ? അതെ 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 അതെ. അതിനകത്ത് താങ്കൾ ഒരു വേഷം ചെയ്തു. അത് വെളുത്ത പുരാണം എളംകുളത്ത് ഞങ്ങളൊരു നാടകത്തിനോട് ഇഷ്ടപ്പെടുന്ന കുറച്ച് മണിമാവുങ്കൽ, എൻ്റെ പ്രമോദ്, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു അക്ബർ കൈപ്പള്ളിയാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്, കലൂരി. അപ്പോൾ അവരൊരു ചെറിയ ഒരു വേഷമായിരുന്നു എനിക്ക് അതിനകത്ത് തന്നത്. ആ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കാര്യസ്ഥൻ്റെ വേഷം, ഒരു ആയുർവേദം ഈ ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ നടക്കുന്ന ഒരു നമ്പൂതിരിയുടെ കാര്യസ്ഥനായ വേഷം. അപ്പോൾ ആ വേഷത്തിൽ നമ്മൾ ഈ പച്ചമരുന്ന് കാര്യങ്ങളെല്ലാം പഠിക്കണമല്ലോ. അപ്പോൾ ആ സാധനങ്ങളിലുണ്ടായ സംഭവങ്ങളെല്ലാം, പച്ചമരുന്നിൻ്റെ പേരുകളെല്ലാം ഞാൻ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്തു, ഹൃദയസ്ഥമാക്കി ആഡ് ചെയ്തപ്പോൾ ലാടഗുരു വേറൊരു പവറായി, വേറൊരു ലെവലായി മാറിയത്. അപ്പോൾ അങ്ങനെ ഭംഗിയാക്കിയത്. അപ്പോൾ ഭംഗിയായിട്ട് കളിക്കാൻ പറ്റി, അത്രേ ഉള്ളൂ. പക്ഷെ എങ്കിൽ തന്നെ ഈ 5 തവണ തുടർച്ചയായിട്ട് പുരസ്കാരങ്ങൾ നേടുക എന്ന് പറയുമ്പോൾ അത്തം തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന്റെ ഭാഗമായിട്ടുള്ള അത്തം മത്സരത്തിൽ അതെങ്ങനെയാണ്? അതിന്റെ ടെക്നിക്ക് എന്താണ്? ടെക്നിക്കൊന്നും ഇല്ലാത്തതൊന്നുമില്ല. നമുക്കൊരു ആദ്യത്തെ ടെക്നിക്ക് എൻ്റെ ഭാഷ പറയും, ഒരു ത്വര ഉണ്ടാവണമല്ലോ, നമുക്കൊരു ആവേശം, ഒരു ആഗ്രഹവും. നമ്മൾ ആ ഒരു കലയോടും അല്ലെങ്കിൽ നമ്മുടെ ആ വേഷത്തിനോടും നമ്മളൊരു പ്രാധാന്യം നൽകണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ കാണിക്കുന്നത് പ്രൈസിൽ എനിക്ക് സമ്മാനത്തിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ കാണിക്കുന്ന ആ സാധനം ഒന്ന് ഭംഗിയായിരിക്കണം, ജനങ്ങൾ കൈയടിക്കണം. ആ കൈയടി എനിക്ക് വേണമെന്നുള്ളൊരു ഇതാണ് എൻ്റെ ഉള്ള സമ്മാനം. അതാണ് എനിക്ക് ജനങ്ങൾ കൈയടി ഉണ്ടെങ്കിൽ എനിക്ക് ഭംഗിയായിട്ട് കളിക്കാൻ പറ്റും. അപ്പം ഞാൻ ആ കളിക്കണത് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച് വേണമെങ്കിൽ എൻ്റെ ലാടഗുരു വേഷമൊക്കെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ അങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് കളിക്കും. പരമാവധി ഞാൻ അങ്ങനെയാണ് എൻ്റെ വേഷങ്ങളെല്ലാം ഞാൻ എടുക്കുന്നത്. ഒന്നില്ലേ പുറത്തുനിന്ന് കയറി വരുന്നതും അല്ല അകത്തുനിന്ന് പുറത്തോട്ട് പോകുന്ന വേഷങ്ങളാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ത്വര. അപ്പോൾ ആ എടുക്കുന്ന വേഷങ്ങൾ നമ്മളൊരു ആത്മാർത്ഥമായിട്ട് അപ്പോൾ ഓരോ വർഷവും ഓരോരോ പുതിയത് എടുത്ത് നമുക്കൊന്ന് അതിനകത്തോട്ട് എന്താണ് ഒരു ഡെഡിക്കേഷൻ പോലെ കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്, പുതിയ വേഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഈ തവണ സമ്മാനാർഹമായ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്മാനാർഹമായിട്ടുള്ള തേയില നുള്ളുന്ന ഇല്ലേ? അതെ അതെ, ആദിവാസി സ്ത്രീ, തേയില നുള്ളുന്ന ആദിവാസി സ്ത്രീ. അതെങ്ങനെയാ ഒരു തീമിലേക്ക്? അത് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ് ഈ തേയില നുള്ളണ സ്ത്രീകൾ. പക്ഷെ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തേയില നുള്ളണ സ്ത്രീകൾ എല്ലാവർക്കും അറിയാമല്ലോ, മിക്സിയിൽ നുള്ളി അത് ഈ പറഞ്ഞ പോലെ ഇതായിട്ട് വന്നു. പക്ഷേ പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ആ തേയില നുള്ളണ സ്ത്രീകൾ ഭൂരിഭാഗവും തദ്ദേശവാസികൾ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളായിരുന്നു. നേരെ ഒരു 60, 70, 80കളിൽ അല്ലെങ്കിൽ അതിന് മുന്നേക്ക്, ഇപ്പോഴത്തെ കാലഘട്ടമല്ല മുന്നേക്ക്. അപ്പോൾ ആ സംഭവം നമ്മൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ പലതും ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ചു. ചിലതൊക്കെ നമ്മൾ മൊബൈലിൻ്റെ സഹായമൊക്കെ തേടി, യൂട്യൂബിൻ്റെ ഒക്കെ സഹായം തേടി നോക്കിയപ്പോൾ അങ്ങനെ ചെറിയ ഭാഗങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു.
അത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഭംഗിയായിട്ടുള്ള ഒരു സംഭവം കൊടുത്തു. അപ്പോൾ അവർ ഈ തേയിലനുള്ളി പോകുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആ ലായത്തിലോട്ടുള്ള അവരുടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് പോകുന്ന ആ സംഭവങ്ങൾ കൂടി അങ്ങനെ ഒരു 3 തലങ്ങളായിട്ടാണ് ഞാനത് കാണിച്ചത്. തേയില നുള്ളാൻ വരുന്നു, നമ്മുടെ ലായത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടി, നമ്മുടെ പേരക്കുട്ടി ഇങ്ങനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചെവിയോർത്ത് ഇങ്ങനെ കണ്ണാ എന്ന് പറഞ്ഞുള്ള ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ആ ലായത്തിലോട്ട് അവന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളും ശേഖരിച്ചുകൊണ്ട് ഒരു ചെറിയ ആദിവാസി പാട്ടിൻ്റെ രുചിയോടുകൂടി അങ്ങോട്ട് പോകുന്ന ഒരു സംഭവമാണ് ചെയ്തത്. അത് നല്ല കയ്യടി കിട്ടി, നല്ല ഭംഗിയായിരുന്നു. അതിലുപരി മീൻ വിൽപ്പനക്കാരൻ, മീൻ പിടിക്കുന്നയാൾ അല്ലേ? അതെ അതെ, മീൻ പിടിച്ച് പഴയ കാലത്തെ ഒരു അതും എല്ലാം ഞാനിങ്ങനെ ഈ ഓൾഡ് തപ്പി പിടിക്കുന്ന ഒരാളാണ്. അതും അങ്ങനെയാണ്. ഈ വടിവല ഒറ്റാലൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒറ്റാലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ആ ഒറ്റാൽ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ ബെർത്തിലുണ്ട്. ഞാനിതെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വേഷം ഇറങ്ങുകയാണെങ്കിൽ ആ വേഷത്തിൻ്റെ ഫുൾ ഐറ്റവും എൻ്റെ കയ്യിലുണ്ടാവും. കുറേ സാധനങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ ചില വേഷങ്ങളിൽ നമ്മൾ വാടകയ്ക്ക് എടുക്കും, അല്ലെങ്കിൽ ഞാനിത് ശേഖരിച്ച് വെക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് കാർണിവലിന് ഫസ്റ്റ് അടിച്ചു, അത്തച്ചമയത്തിന് ഫസ്റ്റ് അടിച്ചു. ഇറങ്ങിയ മിക്ക സ്റ്റേജുകളിലും ഒരു സ്റ്റേജിൽ സെക്കൻഡ് അടിച്ചു. ബാക്കിയുള്ള ഇറങ്ങിയ 3-4 സ്റ്റേജുകളിൽ ഫസ്റ്റ് അടിക്കുക ചെയ്ത്. അത് ഈ വടിവലയും പഴയകാലത്തെ കലവും മീൻ പിടിച്ചിട്ട് നമ്മുടെ അരയിലൊരു വല്ലം പോലെ ഒരു ചെറിയ സാധനം ഉണ്ടോ അതിനകത്തോട്ട് ഇട്ടിട്ടാണ് പിന്നെ കലത്തിലോട്ടിട്ട് നമ്മൾ ഈ ഒറ്റാല കൊണ്ട് പിടിക്കുന്ന അത്തരത്തിലുള്ളൊരു സംഭവമാണത് ചെയ്തേക്കണത്. അത് വലിയൊരു ഇതാണ്. ഫോർട്ട് കൊച്ചി കാർണിവലിന് 1ാം സമ്മാനം നൽകി, അത്തച്ചമയം കൂടാണ്ട്. അത് വലിയ ന്യൂസുമായിരുന്നു ചാനലിലും, അതുപോലെ താങ്കളെപ്പോലുള്ള യൂട്യൂബ് ചാനലിലും മറ്റ് നമ്മുടെ ദൈനംദിന ചാനലുകളിലൊക്കെ നല്ല ന്യൂസുമായിരുന്നു. പത്ര ന്യൂസും ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെ അതിനകത്തുള്ള പ്രോപ്പർട്ടികളിലൊക്കെ നാച്ചുറാലിറ്റി ആണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം മീനാണെങ്കിലും എല്ലാം ഒറിജിനൽ ആയിരുന്നു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു തീമിലേക്ക്? സാധാരണ ഇങ്ങനെയുള്ളതൊക്കെ ഒന്നില്ലെങ്കിൽ തെർമോകോളിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പലരും കാണിക്കുന്നത്. അത് തെർമോക്കോളിലൊക്കെ ഉണ്ടാക്കിയ മൈനസ് മാർക്ക് പോവും. നമ്മൾ ഒരിക്കലും ഒന്നുമില്ല, എല്ലാം ഞാനീ പറഞ്ഞ പോലെ എല്ലാം ഒറിജിനലാണത്. അതിനകത്ത് മീൻ എല്ലാം നമ്മൾ പോയി ചൂണ്ടയിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അവിടെ നിന്ന് പിടിച്ച് നല്ല പിലോപ്പിയും വരാലും വളർത്തിയ അവിടെ നിന്ന് പിടിച്ച് നമ്മൾ എടുത്ത് കറക്റ്റ് കോർമ്പല്ല് കോർക്കുക. പഴയ കാലത്ത് കോർമ്പല്ലി കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഈർക്കില്ല കോർമ്പല്ല് കോർത്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണത്. എന്നിട്ട് നമ്മൾ കാർണിവൽ റാലിയിൽ കളിക്കുമ്പോൾ നമ്മൾ ആളുകളോട് അതിനകത്തൊരു പ്രത്യേക ടോണിൽ ഇങ്ങനെ പറയും. ചേരൻ എന്നുള്ള ഒരു കഥാപാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ചേറൻ്റെ മീൻ വേണോ ഏമ്പ്രാ, ഈ ചേറിലെ മീൻ വേണോ ഏമ്പ്രാ, ചേറനും മക്കൾക്കും മീൻ പിടിക്കാൻ ഇന്ന് പുഴയൊന്നുമില്ലല്ലോ ഏമ്പ്രാ, ഇന്നീ പുഴയൊന്നുമില്ലല്ലോ ഏമ്പ്രാ. ആ ഒരു കഥാപാത്രമാണത്. അതൊരു പഴയ കാലത്തെ ഒരു സാധനത്തിലോട്ട് പയ്യെ ഇങ്ങനെ ഓഡിയൻസിന് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് ഇന്ന് പുഴയെല്ലാം നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സംഭവം. അതാണ്. അല്ല, ഇത് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ലാട വൈദ്യന്റെ 2-3 ശകലങ്ങളൊന്നും പറയുകയാണെങ്കിലോ ഇത് ഈ സംഭവം ലാടനും തമ്മിൽ ഭയങ്കര അന്തരമാണ്. അതെ അതെ, തീർച്ചയായിട്ടും. ലാടൻ്റെ ഒരു സാധനത്തിൽ മയിൽപ്പീലിയും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കൂടി ഭംഗിയായിട്ട് കളിക്കാൻ പറ്റും. ആ മയിൽപ്പീലി എടുത്ത വളരെ മയിൽപ്പീലി ലാടൻ്റെ വേഷവിധാനം എല്ലാം കഴിഞ്ഞിട്ട് മയിൽപ്പീലി നമ്മുടെ ഇപ്പോൾ കുറേ പോയി മയിൽപ്പീലി, അതിനകത്ത് കുറേ കാര്യങ്ങൾ എല്ലാം പോയി. ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇതിങ്ങനെ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ വിടർത്തി ആ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ടിങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ ഈ സാധനം പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹേയ് സാ കരിയിലിട്ട് മുള്ളുമ്പോൾ കിരികിര എന്ന് കേൾക്കുന്നു, തെങ്ങിന്റെ ചോട്ടേറ്റ് മുള്ളുമ്പോൾ പതഞ്ഞു വരുന്നു. സുഹൃത്തുക്കളെ, ഉറക്കത്തിൽ കിടുകിടിപ്പ്, മോന്തായത്തിൽ ഇടിപ്പ്, കരിമലയിൽ ഇടിപ്പ് എന്നീ സകലമാന രോഗങ്ങൾക്കും കരിമലയിൽ ആടിപ്പാടി അടക്കുന്ന ആനകളുടെ ആനപ്പിണ്ട ശേഖരിച്ച് ആറ്റൊറ്റി കൊഴിച്ചുണ്ടാക്കിയാണ് സാർ ഈ ആനവാദി ലേഖ്യം. കുറുന്തോട്ടി അടലോടകം തഴുതാമവല കഴുതവേല തിപ്പൊലി അയമോദകം കടുക്ക കാഞ്ഞിരക്കുരു ശതവാരിക്കിഴങ്ങ ചതുകുപ്പ ഇവ കറുമുറ വറുത്ത് പൊടിച്ച് ശീലപ്പൊടിയാക്കി 10 ഇടങ്ങഴി വെള്ളത്തിൽ വേവിച്ച് ആറ്റിക്കുറുക്കി നാനാഴിയാക്കി ആഴക്ക് വീതമെടുത്ത് ചെറുകുപ്പിളിയിലാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതെല്ലാം പച്ചമരുന്നുകളാണ്. കുറുന്തോട്ടി, ആടലോടകം, തഴുതാമവേല, കഴുതവേല, തിപ്പൊലി, അയമോദകം, കടുക്ക, കാഞ്ഞിരക്കുരു, ശതവാരിക്കിഴങ്ങ്, ശതുകുപ്പ ഇവ കറുമുറ വറുത്ത് പൊടിച്ച് ശീലപ്പൊടിയാക്കി 10 ഇടങ്ങഴി വെള്ളത്തിൽ വേവിച്ച് ആറ്റിക്കുറുക്കി നാനാഴിയാക്കി ആഴക്ക് വീതമെടുത്ത് ചെറു കുപ്പികളിലാക്കി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. സുഹൃത്തുക്കളെ, ഉറക്കത്തിൽ കിടുകിടുപ്പ്, മോന്തായത്തിൽ എടുപ്പ്, ഞെട്ടല്,
എന്നീ സകലമാന രോഗങ്ങൾക്കും എന്നീ സകലമാന രോഗങ്ങൾക്കും കരിമലയിൽ ആടിപ്പാടി നടക്കുന്ന ആനകളുടെ ആനപ്പിണ്ട ശേഖരിച്ച് ആറ്റിയോറ്റി കൊഴിച്ചുണ്ടാക്കിയാണ് സാർ ഈ ആനവാദിയിലേക്കും. ഞാൻ ഈ പരിപാടിക്കായി ഇവിടെ വന്നതുകൊണ്ട് ഈ ഒരു ബോട്ടിലിന് വെറും 10 രൂപ മാത്രം നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കുന്നു സാർ. ഇത് ഇങ്ങനെ നിർത്താണ്ട് നമ്മളിതിങ്ങനെ ഓരോ കവലയിലും പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ ചില സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് ആ മയിലെണ്ണ നമ്മുടെ കയ്യിലുണ്ട്, ആ മയിലെണ്ണയും തേച്ച് കൊടുത്ത് അതിൻ്റെ ആ സംഭവമാണ്. ഇത് നമുക്ക് ഭയങ്കര ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ അത് ഇതിൻ്റെ വേഷമൊക്കെ ഇട്ട് വരുമ്പോൾ വേറൊരു ലെവലാണത്. അതാണ് നമ്മൾ തലയിലൊക്കെ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ തലയിലൊരു കെട്ടുണ്ടാവും, ഇങ്ങനെ സംഭവവാസങ്ങളും മാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ ജോലിയുമായി ഇത് എങ്ങനെ ഒരു കണക്ട് ചെയ്ത് പോകുന്നത്? സാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അപ്പൊ ഇതെങ്ങനെയാണ് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? ജോലി നമസ്കാരം. ഞാൻ കേരള പോലീസിലെ തന്നെ ക്യാമ്പ് ഫോളോവർ എന്ന തസ്തികയിൽ ആണ് 21 വർഷം 2006 ഇടുക്കി ജില്ലയിലാണ് ഞാൻ കയറിയത്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം റൂറൽ ജില്ല ആലുവ SP ഓഫീസിൻ്റെ കീഴിലുള്ള DHQ ക്യാമ്പ് കളമശ്ശേരിയിലാണ്. അപ്പോൾ അവിടെ പോലീസ് മെസ്സിലെ ഡ്യൂട്ടിയാണ് എനിക്ക്. അപ്പോൾ ഞാൻ അത്യാവശ്യം അവിടുത്തെ പോലീസ് ജീവനക്കാരും നമ്മുടെ ഉദ്യോഗസ്ഥരും അസിസ്റ്റന്റ് കമാൻഡന്റ് അടക്കം നമ്മുടെ RI അടക്കം റിസർവ് ഇൻസ്പെക്ടർ അടക്കമുള്ള ആളുകൾ സപ്പോർട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നമ്മൾ ഈ സമ്മാനം നേടുന്ന സമയത്തൊക്കെ അവർ അത് ആഘോഷിക്കാറുണ്ട്, അതെല്ലാം ഇടാറുണ്ട്. ഫോർട്ട് കൊച്ചി കാർണിവലിൽ ഞാൻ 1ാം സമ്മാനം നേടിയപ്പോൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും ആ സമ്മാന സ്റ്റേജിൽ വേദിയിലുണ്ടാകുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരും വന്ന് ഞാനായിട്ടൊന്ന് ഫോട്ടോ, ഞാനാണെന്നറിഞ്ഞപ്പോൾ അപ്പോൾ ഞാനായിട്ടൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ അതൊരു വലിയൊരു നേട്ടമാണല്ലോ. നമ്മളൊരു കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ എന്താ പറയുക, ഫുട്ബോൾ ഇതുണ്ട്, ക്രിക്കറ്റ് ഇതുണ്ട്, വോളിബോളിലെല്ലാം ഉണ്ട്. അപ്പോൾ കലാപരമായിട്ട് നമുക്ക് ഗാനമേള ട്രൂപ്പുണ്ട്, മറ്റേ നാടക ട്രൂപ്പ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നല്ല രീതിയിൽ ഉള്ള ഒരു പൊൻതൂവൽ എന്നൊക്കെ വേണേൽ ഒരു ചെറിയ തൂവൽ നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. അത് ജോലിയുടെ ഇടയിൽ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ലീവിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരും. പിന്നെ ഒരു നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റാലികളും കലാപരിപാടികളെല്ലാം വൈകിട്ടാണ്, അതായത് 4 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാൻ പറ്റും, ഒരു ഹാഫ് ഡേ ലീവൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുന്നതുണ്ട്. അവരെ ആ ലീവൊക്കെ അനുവദിച്ചു തരും. അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ മുമ്പോട്ട് പോകുന്നു. ഭൂരിഭാഗം കലാകാരന്മാരുടെയും അഭിലാഷമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത്. താങ്കളെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിലാഷമുണ്ടോ? കാരണം അന്നും ഇന്നും പ്രച്ഛന്നവേഷ രീതിയിൽ തന്നെ തുടർന്നു പോകുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അയ്യോ, വലിയ മോഹങ്ങളുള്ളതാണ് ഇപ്പം എല്ലാവർക്കുള്ള പോലെ നമുക്കും ചെറിയൊരു മോഹമുണ്ട്. പിന്നെ വലിയൊരു മോഹമൊന്നുമില്ല, സാധാരണ രീതിയിൽ ഒരു ചെറിയ റോളിലൊക്കെ അഭിനയിക്കണം. അതിപ്പോൾ ഒന്നുമില്ല, എന്ത് ചെറിയ വേഷം കിട്ടിയാലും. ഇപ്പം ഞാൻ എൻ്റെ വേഷങ്ങളെല്ലാം ഒരു പ്രത്യേകത, ഇപ്പോൾ സാറ് പറഞ്ഞ വേഷങ്ങൾ ഒന്ന്, ഇപ്പോൾ ലാടകൂര് പറഞ്ഞു, മീൻകാരൻ്റെ പറഞ്ഞു, ഞാൻ തകഴിയുടെ തോട്ടിയുടെ മകൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കൊതുക് നാണപ്പം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കൊട്ടനെയ്ത്ത് സംഭവം ബന്ധപ്പെട്ട ഒരു സ്ത്രീവേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, എല്ലാം വ്യത്യസ്തങ്ങളായ വേഷങ്ങളാണ്. അതേപോലെ സിനിമയിൽ എന്ത് ഒരു ചെറിയ വേഷം, ഒരു ചായക്കടയിൽ ചായ അടിക്കുന്ന വേഷം തന്നാലും, അല്ലെങ്കിൽ അത് എടുത്തു കൊടുക്കുന്ന ഒരു ജോലിക്കാരൻ്റെ വേഷം തന്നാലും നമ്മൾ ചെയ്യിച്ച് സിനിമയിലൊന്ന് മുഖം കാണിക്കുക. അതെല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലോ. അതേപോലെ ഒരു ചെറിയ ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം. സജീവമാകാത്തത് ജോലിയോടുള്ള ബാധ്യത കൊണ്ടാണോ? അങ്ങനെ ഒരു പൊതു ചോദ്യമുണ്ട്, അതുകൊണ്ടാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ജോലി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു കുടുംബം അല്ല, അതിൻ്റെ ഹോം ലോണും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കൊണ്ടിട്ട് നമ്മൾ അതനുസരിച്ചിട്ട് നമുക്ക് അത് മുഴുവൻ സമയവും കലയിലോട് നമുക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ല. ഇപ്പം പ്രച്ഛന്നവേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണം, ക്രിസ്മസ് അല്ലെങ്കിൽ വിഷു, അപ്പോൾ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ സമയത്ത് വരുന്ന സംഭവമാണ്. പക്ഷേ സിനിമ എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു വേഷമാണെങ്കിലും നമ്മളതിൻ്റെ പുറകെ പോയി അതിൻ്റെ ഡീപ്പായിട്ട് നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ സമയം ആയിട്ടില്ലായിരിക്കാം. ഇപ്പം അങ്ങനെ ഒരു ഇത് വന്നാൽ ചിലപ്പോൾ ലീവ് എടുത്ത് നമ്മൾ ചിലപ്പോൾ പോയിരുന്നിരിക്കും, ഒരാഗ്രഹമൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ താങ്കളുടെ ഈ വേഷവിധാനത്തിലെ പ്രധാന വിമർശക എന്ന് ഞാൻ കേട്ടത് താങ്കളുടെ സഹധർമ്മിണിയായ ഗിരിജയാണ്, ശരിയാണ്? തീർച്ചയായിട്ടും വിമർശക എന്നൊന്നും പറയാൻ പറ്റില്ല.
പക്ഷേ കൃത്യതയായിട്ട് എൻ്റെ ഇത് നന്നാകാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിനൊത്തുള്ള സാധനങ്ങൾ ചെയ്യാനായിട്ട് വൈഫ് പറയും. അപ്പം ഞാനിത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതെങ്ങനെ ചക്കിക്കൊത്ത പോലെ ശങ്കരൻ എന്ന് പറഞ്ഞ ഒപ്പിച്ച് കിട്ടി. അപ്പം പുള്ളിക്കാരത്തി നേരത്തെ ചെറുപ്പത്തിലെ പ്രച്ഛന്നോഷമൊക്കെ ചെയ്തിട്ടുണ്ട്, ടാബ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ടാബ്ലോക്കാരൻ്റെ കൂടെ തന്നെ ഇങ്ങനെ എന്താ പറയുക കിട്ടിയത് എന്ന് നമ്മൾ അത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിനനുസരിച്ചുള്ള വേഷങ്ങൾ മതി, അതായിരിക്കും നല്ലത് എന്ന് പറയും. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി തരാം. അത് ഒരു വേഷം നമ്മളിപ്പോൾ പ്രൈസ് കിട്ടിയെന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഈ ആദിവാസി തേയില നുള്ളുന്ന സ്ത്രീയുടെ വേഷത്തിന് ആദ്യ സ്റ്റേജിൽ തന്നെ ഫസ്റ്റ് കിട്ടി. പക്ഷേ അത് പൂർണ്ണതയല്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, വൈഫ് പറയുന്നുണ്ട്, ഈവൻ എൻ്റെ മോൻ വരെയും പറഞ്ഞു. അതിനകത്ത് അപ്പോൾ അയാളുടെ ചില ചലനങ്ങൾ ആവർത്തനം മണ്ണുണ്ടാകുന്നൊരു സംശയമുണ്ട്, അപ്പോൾ അത് ഒന്ന് മാറ്റണം. അല്ലെങ്കിൽ വൈഫ് പറയാറുണ്ട് അതിനകത്ത് ഇത്ര വേണം, അല്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഇത്രയും കൂടി ഇതണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഇത്രയും കൂടി ഭംഗിയാക്കും. ഞാനിപ്പോൾ മീൻകാരൻ്റെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് കിട്ടിയ ആ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് കളിച്ച 5 സ്റ്റേജിൽ നമ്മൾ മേക്കപ്പ് ഇട്ടതിനാകാട്ടി വളരെ പക്കയായിട്ട് ഫോട്ടോ വെച്ച് കാർണിവലിൽ മേക്കപ്പ് ഇട്ടു എന്ന് പറഞ്ഞ പോലെ. അതാണ് വിമർശനം വന്നത്. ആ വിമർശനം വരുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണമല്ലോ. അത് ഉൾക്കൊണ്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ മാറ്റി. പുള്ളിക്കാരത്തി ഒരു മേക്കപ്പ് ഗേളാണ് നമ്മുടെ. അല്ല, എങ്കിൽ തന്നെയും ഒരു അഭിലാഷമില്ലേ? കാരണം ആത്മാഭിമാനമുണ്ടല്ലോ. കാരണം താങ്കളുടെ ഒപ്പം തന്നെ ഇത്തവണ മകളും മത്സരിച്ചു, സീനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അപ്പൊ അതിനെ കുറിച്ച് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് ഗിരിജയുടെ ഒരു വലിയ കഴിവും ഗിരിജയുടെ ഒരു താല്പര്യമാണ് അതിനകത്ത് എൻ്റെ താല്പര്യമില്ല, ഒട്ടുമില്ലെന്ന് തന്നെ അറിയാം. എൻ്റെ താല്പര്യം ചെറുതായിട്ടുള്ളൂ. ഞാൻ എന്താ ചെയ്യണം അങ്ങനെ ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കൊച്ചു മോള് ഡാൻസിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞാണ്, ഗിരിജൻ ഡാൻസിൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞാണ്. അപ്പോൾ അവർ മോള് കളിച്ച ഒരു ഡാൻസിൻ്റെ ഒരു ത്രെഡാണത്. അപ്പോൾ ആ ഒരു ഡാൻസിൽ നിന്ന് എടുത്ത ഒരു സംഭവമാണ് കൊച്ച് ചെയ്തത്. ഭൂതത്തിൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുന്ന ആ ഒരു ഇത്. അതിനകത്ത് ഗിരിജയുടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ലഹരിയും ഒക്കെ അല്ല, ഏതൊരു കുട്ടികളെയും രക്ഷിച്ചെടുക്കുക ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്ന്, ലഹരിക്കെല്ലാം അടിമപ്പെട്ട ഈ സാഹചര്യത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ആ ഒരു സംഭവം കൂടി കോർത്തിണക്കിയപ്പോൾ അത് നല്ല ഭംഗിയായത്. അതാണ് മോൾക്ക് എനിക്ക് അഭിമാനിക്കാം. കാരണം ഞാനിപ്പോൾ അതിനകത്താണ് മോളത് ചെയ്തിട്ട് ഇത്രയും വലിയ തൃപ്പൂണിത്തുറ അത്തച്ചമയം പോലുള്ള ഒരു സ്റ്റേജിൽ ഒരു 1ാം സമ്മാനം നേടിയല്ലോ എൻ്റെ മകളും. അത് മകനോടെ കയറിയിട്ടുണ്ട്, അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. അച്ഛനും മോളും ഈ തവണ സമ്മാനം മേടിക്കും 18-ാം തീയതി ഒരേ സ്റ്റേജിൽ. എങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫോർട്ട് കൊച്ചി കാർണിവലും അത്തച്ചമയവും മതിയാവോളം കൊതിയാവോളം ചെയ്യും എന്ന് താങ്കൾ പറഞ്ഞത് കേട്ടു. എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളാണ് ഫോർട്ട് കൊച്ചി കാർണിവലും അത്തച്ചമയം. കാരണം മധ്യപ്രധാനപ്പെട്ട ഓണത്തിന്റെ ഇത് വിളിച്ചോതുന്ന ഒരു സംഭവമാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയം. അതെ അതെ അതെ. അപ്പോൾ ആയിരങ്ങൾ 10,000 കാണുന്ന ഒരു വലിയ എന്താ ഘോഷയാത്രയാണല്ലോ അത്തച്ചമയ ഘോഷയാത്ര. അത് തീർച്ചയായിട്ടും എനിക്ക് ജോലിയിൽ യാതൊരു കുഴപ്പമില്ലാണ്ട് എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളും അനുവാദവും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ശാരീരിക ഇതുള്ള കാലം വരെ നമ്മളതിന് പങ്കെടുക്കും, അത്തച്ചമയ പരിപാടിക്ക് പങ്കെടുക്കും. ഇതിനോടനുബന്ധിച്ച് ലാടഗുരു എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പോൾ ഏകദേശം 50 സ്റ്റേജോളം അഭിനയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 45 സ്റ്റേജിലോളം സമ്മാനം കിട്ടുകയും ശരിയല്ലേ? അതെ തീർച്ചയായിട്ടും 50ഓളം സ്റ്റേജുകൾ നമ്മൾ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഹൃദയത്തോട് പല വേഷങ്ങളിൽ നിന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന വേഷം ലാടഗുരുവാണ്. അത് നമ്മൾ 50ഓളം സ്റ്റേജുകൾ നമ്മൾ അവതരിപ്പിച്ചു. അതിൽ 45ഓളം അപൂർവം സ്റ്റേജുകളിൽ മാത്രമേ അത് എനിക്ക് സമ്മാനം കിട്ടാണ്ടിരുന്നിട്ടുള്ളൂ. അത് എൻ്റെ മകൻ മകന് കഴിഞ്ഞ വർഷം പള്ളുരുത്തി കാർണിവലിൽ സെക്കൻഡ് അടിച്ചു. മകൻ കയറിയിട്ട് അവൻ്റെ ആ വിഭാഗത്തിൽ ഈ പ്രച്ഛന്ന വേഷം പല വിഭാഗം ഉണ്ടല്ലോ, അതിൽ ആ ജൂനിയർ വിഭാഗത്തിൽ കയറി മകന് സമ്മാനം ഉണ്ടായിരുന്നു. അതെന്താ എങ്കിൽ തന്നെയും സാധാരണ ഒരു സ്റ്റേജിൽ പ്രച്ഛന്ന വേഷം ചെയ്യുന്നതും അതുപോലെ ഘോഷയാത്രയോടൊപ്പം ഈ അത്തച്ചമയം പോലെയുള്ള ഘോഷയാത്രയോടൊപ്പം ചെയ്യുമ്പോഴും രണ്ട് രീതിയിലാണ്. അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്?
ഈ സ്റ്റേജിൽ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 3 മിനിറ്റ് ഒരു മത്സര സമയം, അതിലപ്പുറത്തോട്ട് നമുക്കില്ല. സ്റ്റേജിൽ ഇപ്പോൾ ഒരു മത്സരത്തിനാണെങ്കിൽ, ഇപ്പോൾ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിൻ്റെ സ്റ്റേജിൽ മത്സരത്തിനാണെങ്കിൽ ഒരു 3 മിനിറ്റ് സമയം നമുക്കുള്ളൂ. ആ 3 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ എന്താണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സംഭവം കാണിച്ച് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അറിയിക്കണം. പക്ഷേ ഘോഷയാത്ര, അത്തച്ചമയ ഘോഷയാത്ര ആണെങ്കിലും നമ്മുടെ ഫോർട്ട് കൊച്ചി കാർണിവൽ ഘോഷയാത്ര ആണെങ്കിലും അതിൻ്റെ മത്സരങ്ങളിൽ നമ്മൾ ജഡ്ജസ് ഇരിക്കുന്ന 3-4 പോയിന്റുകളുണ്ട്. ആ പോയിന്റുകളിലും നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡ്രോൺ വരെ അവരുടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് കൈവിടരുത്. നമ്മുടെ ആ വേഷത്തിൻ്റെ ആ ഒരു എനർജി കൈവിടാണ്ട് നമ്മൾ ആദ്യ അവസാനം വരെ ഘോഷയാത്ര കളിക്കുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ, അതിലെബവ് അതിന് മുകളിലോട്ട് 2, 2.5, 3 ആകാം ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ 2 മണിക്കൂർ തീർച്ചയായിട്ടും അത് കളിക്കണം. അപ്പോൾ നമ്മൾ ആ കളിയിൽ നമ്മുടെ അഭിനയം വരാം, നമ്മുടെ സംഭാഷണങ്ങൾ വരാം, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അതെല്ലാം നമ്മളവിടെ കാണിക്കണം. ഇതെല്ലാം കൂടിയാണെങ്കിൽ മാർക്കുണ്ട്. പ്രോപ്പർട്ടിക്ക് വരെ മാർക്ക് വീഴും. അപ്പോൾ അതുവരെ നമ്മൾ പ്രോപ്പർട്ടി നമ്മൾ കാണിക്കുന്ന വേഷം, ഇപ്പോൾ ഒറ്റാൽ പിടിക്കുന്ന മീൻകാരനാണെങ്കിൽ ആ ഒറ്റാലുണ്ടാകണം, അതിൻ്റെ വല ഉണ്ടാകണം, അതിൻ്റെ മീനിടുന്ന കലം ഉണ്ടാകണം, കോറമ്പല്ല് മീനുണ്ടാകണം, പാളത്തൊപ്പി ഉണ്ടാകണം, നമ്മുടെ വേഷങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ഇതുണ്ട്. അപ്പോ ഇതിനെല്ലാം സാരഥി ഇവിടെ ഇരിപ്പുണ്ടോ? അതെ അതെ. നമ്മുടെ പറയൂ, ഭർത്താവിന്റെ ഈ നേരത്തെ പറ്റി എന്ന് പറയും. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ പ്രോത്സാഹനം നൽകി ഒപ്പമുണ്ട്. പിന്നെ ചെയ്യുന്ന വേഷങ്ങൾ മിക്കവും നാടൻ വേഷങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയത്തെ കുമാരനെല്ലൂരാണ്. അപ്പൊ അവിടെ ഞാൻ കണ്ടു വളർന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അന്നുള്ള കാര്യങ്ങളെ പറ്റി കുറച്ച് അറിയാം. അപ്പൊ അറിയാവുന്ന ആ കാര്യങ്ങളും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. അല്ല, മകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അമ്മയാണ് മുഖ്യ പങ്കെന്നാണ് ഇപ്പൊ സാർ പറഞ്ഞത്. അല്ല, മകളെന്നല്ല മോനാണേലും എനിക്ക് കലാപ്രവർത്തനം വളരെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ കലാപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കൂടിയതായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ഒരു ഡാൻസ് പഠിക്കണമെങ്കിലോ പാട്ട് പഠിക്കണമെങ്കിലോ സാധാരണ കുടുംബത്തിൽ നിന്ന് പറ്റുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ വീടുകളും എല്ലാവരും പഠിക്കും. അപ്പൊ മോക്കും മോനും ഒക്കെ അതിന് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാത്തിനും പ്രോത്സാഹനം നൽകി ഒപ്പം കൂടത്തി യോജിക്കുന്നു. ഇനിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? മുന്നൊരുക്കം ഇനി വരും മത്സരങ്ങൾ മോനും മോളും ചേട്ടനും രണ്ടുപേർക്കും എല്ലാവിധ സപ്പോർട്ടും നൽകി കൂടെ ഉണ്ടാവും. പിന്നെ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഫാമിലി ആയിട്ട് പങ്കെടുക്കരുത് എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ആരെങ്കിലും ഒരാൾ പുറകിൽ നിന്നെല്ലാം ചെയ്യാൻ വേണമല്ലോ. നമ്മളെല്ലാരും അതെ അതെ വായനശാലയുടെ നാടകങ്ങളൊക്കെ അതിപ്പോ നമുക്കൊരു ഇവിടുത്തെ വായനശാല ഈ നാട്ടുകാരും വായനശാല പ്രവർത്തകരും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ഒരുപാട് പേരുണ്ട്. നമുക്ക് പല ആശയങ്ങളുണ്ട്, ചിലർ നമ്മളോട് യോജിക്കത്തില്ലായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഈ നാട്ടുമ്പുറത്തുകാരെല്ലാ സപ്പോർട്ടും നൽകി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് നാടകവും ചെയ്തു, അതില് ചേട്ടനും ഉണ്ട്. പിന്നെ ആദ്യ നാടകത്തിൽ മോളും ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു, കുറെ കൂട്ടുകാരികളും എല്ലാരും ഉണ്ട്. കുഴപ്പമില്ല, ഉണ്ട്, പൂർണ്ണമായിട്ടും ഉണ്ട്. ഓക്കെ. സമ്മാനം കിട്ടിയതിനെ കുറിച്ച് രണ്ടു ഒക്കെ പറഞ്ഞു. ഡാൻസ് ടീച്ചറിന്റെ പ്രോത്സാഹനം. ഡാൻസ് ടീച്ചർ നല്ല പ്രോത്സാഹനമായിരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഇപ്പൊ പിന്നെ അവരൊരു മത്സരത്തിലാണ്. മോനും മത്സരിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അടുത്ത എല്ലാവരും തമ്മിലായിരിക്കും മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഈ ഫാമിലിക്ക് പറയാനുള്ളത്. ഈ ഒരു മേഖലയിലേക്ക് വരുന്ന പുതുതലമുറയോട് താങ്കൾക്ക് നൽകാനുള്ള സന്ദേശം? അതായത് നമ്മളിപ്പോൾ പ്രച്ഛന്ന വേഷം എന്നുള്ളത് നമ്മളിപ്പോൾ എല്ലാ കലാരൂപങ്ങളെ പോലെ വളരെ നല്ലൊരു കലാരൂപം. നമ്മുടെ ഫ്രെയിമിൽ നിന്ന് മാറി വേറൊരു ഫ്രെയിമിലോട്ട് തന്നെയാണ്. അപ്പം നമ്മൾ വേഷത്തിനോട് നീതി പുലർത്തണമെന്നുള്ളതാണ് ഒന്ന്. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നമ്മൾ പറയാണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകണം, ജഡ്ജസിന് മനസ്സിലാകണം. അപ്പം അതിൻ്റെ ആ മേക്കപ്പും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരു പ്രോപ്പർട്ടി, നമ്മളെന്താണോ ആ പ്രോപ്പർട്ടി ഭംഗിയായിരിക്കണം, പ്രോപ്പർട്ടി എല്ലാം കൃത്യതയായിരിക്കണം. ഒന്നും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ സാറ് ചോദിച്ച പോലെ തെർമോക്കോൾ മീനൊന്നും പാടില്ല. നമ്മൾ ഒറിജിനൽ മീൻ തന്നെ, മീൻ ഒറ്റാലുണ്ടെങ്കിൽ ആ മീനായിരിക്കണം. അപ്പോൾ ഒരു അരയത്തിയുടെ വേഷമാണെങ്കിൽ ഇതുണ്ടായിരിക്കണം. തെങ്ങേറ്റക്കാരനാണെങ്കിൽ അവൻ്റെ ആ ഒരു തെങ്ങ് ഉപയോഗിക്കുന്ന
ഉപയോഗിക്കുന്ന തേങ്ങാക്കൊല വെട്ടിയിടുന്ന ഉപയോഗിക്കുന്ന ആ വാക്കത്തിയുടെ തുമ്പത്ത് 2 തേങ്ങയൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്ന ആ സംഭവം. അപ്പം അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ അതിന് ഉതകുന്ന സംഭാഷണ ശൈലിയൊക്കെ കൊണ്ട് ഭംഗിയായിട്ട് വേണം. പിന്നെ എനിക്കുള്ളത് നേരത്തെ യൂണിവേഴ്സിറ്റി തലങ്ങളിലെല്ലാം ഈ മത്സരങ്ങൾ ഉണ്ടായിരുന്നു, പ്രച്ഛന്നവേഷം. ഇപ്പം ഇല്ല, കാരണം ഈ ആക്ഷേപഹാസ്യങ്ങളൊക്കെ കുറേ വന്നല്ലോ. ഈ നമ്മുടെ മന്ദബുദ്ധിയായിട്ടും ഭ്രാന്തന്മാരൊക്കെ ആയിട്ടൊക്കെ കുറേയൊക്കെ ആളുകളെ കളിയാക്കിക്കൊണ്ട് കുറേ ഇത് വന്നത്. അതൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇത് നിർത്തലാക്കിയത് കുറേ സമയത്ത്. പക്ഷേ ഇപ്പോൾ വീണ്ടും വളരെ ഭംഗിയായിട്ട് വരുന്നു. ഈ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോൾ ചെറിയ ചെറിയ സമ്മാനത്തുകയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഫോർട്ട് കാർണിവലിലൊക്കെ നല്ല സമ്മാനത്തുക, ഫസ്റ്റ് പ്രൈസ് 15,000 ട്രോഫിയാണ്. ആ ട്രോഫി തന്നെ കണ്ടില്ല, വലിയ അതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു ആവേശം തുറയാണ്. നമുക്ക് പറ്റാവുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ സമ്മാനത്തുക കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അവതരിപ്പിക്കുക. ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വരുന്ന കൊച്ചുകുട്ടികളോടും പറയാനുള്ളത്, നമ്മൾ ഈ കലാപരമായ കാര്യങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ ഭംഗിയായി മുമ്പോട്ട് പോകുക, അതിനൊക്കെയുള്ള ഒരു ഇതാകുക. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പം പറയാനുള്ള ഒരു ചെറിയ സന്ദേശം നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിൻ്റെ അന്ന് വൈകുന്നേരം മുളന്തുരുത്തി പഞ്ചായത്ത് ഈ തവണ അത്തം ഘോഷയാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പെരുമ്പള്ളി ഗ്രാമീണ വായനശാലയുടെ പ്ലോട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ എൻ്റെ ഒരു വലിയ ഭംഗിയായൊരു വേഷം അവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, ഈ വായനശാലയല്ല നമ്മുടെ ഈ പരിസരത്തല്ല, ഏത് കുട്ടികൾ എന്നെ സമീപിക്കാനാണ് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള വേഷങ്ങൾ ഞാൻ പറഞ്ഞു തരും. അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ സംഘടിപ്പിക്കും. വേണമെങ്കിൽ മേക്കപ്പ് ഇട്ട് തരും. എൻ്റെ വൈഫായ ഗിരിജയും കൂടി സഹായിച്ച് മേക്കപ്പ് ഇട്ട് തരുമെന്നും കൂടി ഞാൻ ഈ സമയത്ത് പറയുകയാണ്. കാരണം എങ്കിൽ തന്നെയും താങ്കളുടെ കൈവശം ഒരു 5 വർഷത്തേക്കുള്ള സ്റ്റോക്ക് ഇപ്പോഴും ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇപ്പൊ ഫോർട്ട് കാർണിവലിന് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ 2 ഇറക്കിയിട്ടുള്ളൂ. ഒരു ലാടഗുരുവും കളിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ അതിന് 3rd പ്രൈസ് കിട്ടി. ഈ കഴിഞ്ഞ വർഷം ഫസ്റ്റും കിട്ടി. ബാക്കി ഒട്ടനവധി വേഷങ്ങളുണ്ട്. തകഴിയുടെ തോട്ടിയുടെ മകൻ, നമ്മൾ തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു നോവലാണ്. ആ നോവല് നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാർ അതിൻ്റെ കവിത എഴുതിയിട്ടുണ്ട്. തോട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ പച്ചയായ മനുഷ്യർ ഈ കേരളത്തിലും കൊച്ചിയിലും ഉണ്ടായിരുന്നതാണ്. ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമൂഹം ഇവിടെ നിലനിന്നാണ്. ആ സമൂഹത്തിൽ ഈ മനുഷ്യ മലം ചുമക്കുന്ന, അതാണ് അതിൻ്റെ കറക്റ്റ്, മനുഷ്യ മലം ചുമക്കുന്ന ആളുകളായിരുന്നു. അവരുടെ ആ സംഭവം ഞാൻ ചെയ്ത് ഫസ്റ്റ് മേടിച്ചാണ്. അത് ഒറ്റ സ്റ്റേജ് ഞാൻ കളിച്ചുള്ളൂ, തൃപ്പൂണിത്തുറ മാത്രം. അത് ഞാൻ ഇനി രംഗത്തോട്ട് കളിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു വണ്ടിയൊക്കെ ഉണ്ട്. ആ വണ്ടിയൊക്കെ ഉണ്ടാക്കണം. ആ വണ്ടി ഉണ്ടാക്കിയത് നശിച്ചു പോയായിരുന്നു, അപ്പോൾ വീണ്ടും ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അതിനുള്ള സംഭവമായിട്ട് ചെയ്യും. അപ്പം അതുകൂടാണ്ട് വേറെ വേഷങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്യാൻ നമ്മൾ മനസ്സിലിട്ടിരിക്കുന്ന വേഷങ്ങളുണ്ട്. ഇനിയും കിട്ടും, നമുക്ക് പലതൊക്കെ കിട്ടും, സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടും. അടുത്ത് ഇതൊക്കെ തന്നെയാണ് ശിവരാജ് സാർ നമ്മളോട് പറയാനുള്ളത്. മതിയാവുവോളം, കൊതിയാവുവോളം, കൊതി വരുവോളം തങ്ങളുടെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നാണ് നമ്മുടെ സാറിന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും വിജയാശംസകളും നേർന്നുകൊണ്ട് ടോക്ക് ന്യൂസിന് വേണ്ടി ഞാൻ ബിരീഷ് തുമ്പി മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.